സിനിമയിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് റിവ്യൂ ബോംബിംഗ്. യൂട്യൂബ് റിവ്യൂവർമാരുടെ സ്വാധീനം സിനിമകളുടെ വിജയ പരാജയങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഇന്ന് സിനിമ തിയേറ്ററിൽ ഇറങ്ങി ആദ്യ ഷോ കഴിയുമ്പോഴേക്കും യൂട്യൂബിൽ റിവ്യൂകൾ നിറയുകയാണ്. ഇതിന്റെ ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ബജറ്റിൽ വരുന്ന നല്ല സിനിമകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പലപ്പോഴും ഈ റിവ്യൂവർമാർ സഹായിക്കാറുണ്ട്. പരസ്യങ്ങൾ ഇല്ലാതെ തന്നെ പല സിനിമകളും മൗത്ത് പബ്ലിസിറ്റി വഴി ഹിറ്റ് ആകുന്നത് ഇത്തരക്കാരുടെ നല്ല അഭിപ്രായങ്ങൾ മൂലമാണ്. ഇനിയാണ് ഇതിന്റെ നെഗറ്റീവ് വശം വരുന്നത്. വെറും റീച്ചിനും പണത്തിനും വേണ്ടി സിനിമയെ അനാവശ്യമായി പരിഹസിക്കുന്ന രീതി, അതായത് റോസ്റ്റിംഗ്, വ്യാപകമാണ്. ഇത് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ വർഷങ്ങളായുള്ള അധ്വാനത്തെയാണ് മിനിറ്റുകൾ കൊണ്ട് തകർക്കുന്നത്. ഇതിലും ഉപരിയായി പറയേണ്ട മോശം വശം എന്താണെന്ന് വെച്ചാൽ, വ്യക്തിപരമായ ആസ്വാദനം നഷ്ടപ്പെടുന്നു. നമ്മുടെയൊക്കെ ഉള്ളിൽ ഓരോ തരം സിനിമകളോടും ഓരോ തരം താല്പര്യങ്ങളാണുള്ളത്. എന്നാൽ റിവ്യൂവർമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതോടെ മുൻവിധി ഉണ്ടാവുന്നു. ഒരു സിനിമ കാണാൻ പോകുന്നതിന് മുൻപ് തന്നെ ഇത് കൊള്ളില്ല എന്നൊരാൾ പറയുന്നത് കേട്ടാൽ സിനിമ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിലെ കുറ്റങ്ങൾ മാത്രം തിരയാൻ തുടങ്ങും. ഇത് ആസ്വാദനത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നു. അതേപോലെ സ്പോയിലറുകൾ. പല റിവ്യൂകളിലും സിനിമയിലെ സർപ്രൈസുകളും കഥാസന്ദർഭങ്ങളും അശ്രദ്ധമായി വെളിപ്പെടുത്താറുണ്ട്. ഇത് തിയേറ്ററിൽ ലഭിക്കേണ്ട ആവേശം കെടുത്തിക്കളയുന്നു. ഇനി നമ്മളാണ് ചിന്തിക്കേണ്ടത്, മറ്റൊരാളുടെ അഭിപ്രായത്തിൽ തൂങ്ങേണ്ടതുണ്ടോ? സിനിമ എന്നത് തികച്ചും വ്യക്തിപരമായ ഒന്നാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ മറ്റൊരാൾക്ക് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ പോകുന്ന ഒന്നായേക്കാം. അഭിരുചികൾ വ്യത്യാസപ്പെട്ടിരിക്കും. ലോക നിലവാരമുള്ള സിനിമകൾ മാത്രം കാണുന്ന ഒരു റിവ്യൂവർക്ക് ഒരു സാധാരണ മസാലപ്പടം ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എന്നാൽ ഒരു സാധാരണ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത് അല്പനേരത്തെ വിനോദമായിരിക്കും. മറ്റാളുകളുടെ അധ്വാനത്തെ ബഹുമാനിക്കുക. ലക്ഷക്കണക്കിന് രൂപയും നൂറുകണക്കിന് ആളുകളുടെ പ്രയത്നവും അടങ്ങിയ ഒന്നാണ് സിനിമ. അത് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ചാവണം. റിവ്യൂകൾ എന്നത് സിനിമ തിരഞ്ഞെടുക്കാനുള്ളൊരു സൂചന മാത്രമായി കാണുക. അതൊരിക്കലും ഒരു അന്തിമ വിധിയല്ല. സ്വന്തം കണ്ണിലൂടെ സിനിമ കാണുക എന്നതാണ് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. റിവ്യൂവർമാർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ ആ അഭിപ്രായങ്ങളിൽ തളയ്ക്കപ്പെടാതെ സിനിമയെ ആസ്വദിക്കാനുള്ള അവകാശം ഓരോ പ്രേക്ഷകനുമുണ്ട്. സിനിമ കൊള്ളില്ലെങ്കിൽ അത് പറയാൻ പ്രേക്ഷകന് അവകാശമുണ്ട്. എന്നാൽ ആ അഭിപ്രായം രൂപപ്പെടേണ്ടത് സിനിമ കണ്ടതിന് ശേഷമായിരിക്കണം, മറ്റൊരാളുടെ വാക്ക് കേട്ടാവരുത്.